പിന്നെ ഒരു കാര്യം പറയുക തന്നെ വേണം കേട്ടോ, ചൈനയുടെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയല്ല, പീക്ക് ലെവലാണ്. അത്രക്ക് ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പാറയും മടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും. ഒരു കുരങ്ങനെ പോലും പോകാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും. ഇത് കണ്ടില്ലേ, വലിയ പാറ, താഴോട്ട് നല്ല ഡീപ്പായിട്ടുള്ള സ്ഥലം, അതിൻ്റെ മുകളിലൂടെ സ്റ്റെപ്പിങ്. എന്താണ് ഇതിൻ്റെ ഒരു സേഫ്റ്റിയും കാര്യങ്ങളും ചെയ്തിട്ടുള്ളതെന്നറിയാം. ഭയങ്കരമാണ്. കാരണം ഇവിടുന്ന്, അതായത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്, പിന്നെ ആ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു, പിന്നെ ഇങ്ങോട്ട് പോകാൻ വേറെ വഴിയില്ല. അപ്പോൾ അതിനൊരു വഴി കണ്ടെത്തി. സൂപ്പർ, ഒരു രക്ഷയില്ല. എന്നിട്ട് അതിന് ഓരോ കോർണറിൽ ഡസ്റ്റ്ബിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ വൃത്തിയുടെ കാര്യം കേട്ടോ, ഡസ്റ്റ്ബിനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ഫോറിനറെ കണ്ടിട്ടുള്ള ഒരു ബൈ ടേക്ക് കെയർ. അപ്പോൾ ഇവിടെ വൃത്തിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രക്ഷയില്ല അല്ലേ. എല്ലാ കോർണറിലും ഡസ്റ്റ്ബിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സൂപ്പറായി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പിന്നെ വിസിറ്റേഴ്സ് വരുന്നൊരു സ്ഥലമാണെന്ന് പോലും അറിയാത്ത രൂപത്തിലേക്കാണ് ഇതിൻ്റെ ക്ലീനിങ്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അവർ ഭക്ഷണം കഴിക്കുള്ളൂ. ഇനി വേസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇട്ടുള്ളൂ, അല്ലാതെ ഇവിടുന്ന് പുറത്തിട്ടിടുക അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഇടുക, ആ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. അവരത് പഠിച്ചിട്ടില്ല. പിന്നെ അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, ഇത്രയും ഉയരത്തിലാണ് കേട്ടോ നമ്മളവിടെ ഉണ്ടായിരുന്നു. പിന്നെ എത്രയും ദൂരത്ത് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇനി ഞങ്ങൾക്ക് താഴോട്ട് ഇറങ്ങണം, ട്രെയിൻ താഴോട്ടേക്ക് ഇറങ്ങണം.